ബിഗ് ബോസിലൊന്നും ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിച്ച ഷോ അല്ല. അവിടെ വേറെ ഒരുത്തരം വിശ്വസിച്ചില്ലെങ്കിലും പുള്ളി പറഞ്ഞതൊക്കെ വിശ്വസിച്ചേക്കാം. ഇത് പ്ലാൻ ചെയ്തിരുന്നേ. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കണമായിരുന്നെങ്കിൽ ആ സിനിമ പരാജയപ്പെടണമായിരുന്നു. ദൈവം വിചാരിച്ചു വേണം താത്വിക അവലോകനം ഹിറ്റായി കഴിഞ്ഞാൽ ഞാനങ്ങനെ ബിഗ് ബോസിൽ പോകും. ഞാൻ അടുത്ത പടം ചെയ്തിട്ട് ചിന്തിച്ചിരുന്നോ ഇങ്ങനൊരു സിനിമയും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റാർഡം എങ്ങനെയല്ല? ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ 2013 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ ആയിത്തീരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അത് ഒരു നിയോഗം പോലെ നമുക്കൊരു ഇൻഡ്യൂഷൻ പോലെ നമുക്ക് തോന്നുമല്ലോ. പിന്നെ എന്റെ അടുത്ത് ജോലിസ്ഥിരം പറഞ്ഞു എന്റെ ജാതകമൊക്കെ ഇങ്ങനെ നോക്കിട്ടെ. അല്ല ദിലീപേട്ടനും സുരേഷേട്ടനും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ജോലിസ്ഥിര അറിയപ്പെടുന്ന ഒരു ജോലിസ്ഥിരം. അപ്പൊ അദ്ദേഹം അതൊരു രസകരമായ സംഭവം. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ റെഗുലറായിട്ട് തലകറങ്ങി വീഴുമായിരുന്നു 2010-11 സമയത്ത്. ഞാൻ ബ്രെയിൻ ട്യൂമറൊക്കെ വിചാരിച്ചു ഇന്ന് നിൽക്കി കഴിഞ്ഞൊക്കെ വീഴുമ്പോൾ. അങ്ങനെ ഇരുന്ന് ഹോസ്പിറ്റലൊക്കെ പോയിട്ടും ഒരിപ്പോൾ മാറുന്നില്ല. അങ്ങനെ ഈ ചുമ്മാ ജോസിനെ പോയിട്ടുണ്ട്. അപ്പൊ പുള്ളി ഗ്രഹത്തിലേക്ക് എടുത്ത് പരിശോധിച്ചിട്ട് പറഞ്ഞു മരിക്കത്തില്ല. ഇന്ന രീതിയിൽ ഭദ്രവാഹയോഗം ചെയ്ത് ബലപ്പെട്ട ജാതകമാണ്. തലയ്ക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശനി ലഗ്നത്തിൽ ജനിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാനപ്പോ ചോദിക്കും, നമുക്കൊരു ജോലിസ്ഥിരം പറഞ്ഞാലും എന്റെ റീസൺ നമുക്ക് അറിയണമല്ലോ. അപ്പൊ പുള്ളി പറയുന്നുണ്ട് അച്ഛനുമായിട്ട് സ്വരച്ചേർച്ചയിലല്ലേ. ഞാൻ പറഞ്ഞു അതെ നല്ല അടിയാണ്. 9ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ടാണ്. ഇങ്ങനെ പറഞ്ഞ് പുള്ളി സംസാരിച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞു 33 വയസ്സിന് ശേഷം കേരളത്തിൽ അറിയപ്പെടാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ പുള്ളി ഉറപ്പ്. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതൊക്കെ വേറെ ഒരുത്തരം വിശ്വസിച്ചില്ലെങ്കിലും പുള്ളി പറഞ്ഞതൊക്കെ വിശ്വസിച്ചേക്കാം. അതാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ധൈര്യമായിരുന്നു എന്നുള്ളത്. അത് ജാതകത്തിന്റെ ബലം കൊണ്ടോ എന്റെ കഷ്ടപ്പാട് കൊണ്ടോ ഭാഗ്യം കൊണ്ടോ മറ്റൊക്കെ കൊണ്ടോ നമ്മൾ ഇവിടം വരെ എത്തിച്ചേർന്നു. കാരണം ബിഗ് ബോസിലൊന്നും ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിച്ച ഷോ അല്ല. അവിടേക്ക് എന്നെ എത്തിക്കാതെ ഞാൻ അടുത്തിടെ ആരോടോ പറഞ്ഞു താത്വിക അവലോകനം ആക്ച്വലി ഇലക്ഷന് മുമ്പ് ഇറക്കണം. ആ ഇലക്ഷൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരേ ഒരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്. 2021 ഇലക്ഷനെ ബേസ് ചെയ്ത് എഴുതി കഴിഞ്ഞ ആ 5 വർഷത്തെ പൊളിറ്റിക്സ് സറ്റേറിക്കലി കണ്ട് ചെയ്തൊരു സിനിമയായിരുന്നു താത്വിക അവലോകനം. പക്ഷെ കോവിഡ് വന്നു, പല പ്രശ്നങ്ങൾ കാരണം ഈ സിനിമ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവം വിചാരിച്ചു വേണം താത്വിക അവലോകനം ഹിറ്റായി കഴിഞ്ഞാൽ ഞാനങ്ങനെ ബിഗ് ബോസിൽ പോകും. ഞാൻ അടുത്ത പടം ചെയ്തിട്ട് അപ്പൊ താത്വിക അവലോകനം പൊട്ടണം. അത് പൊട്ടിയെങ്കിലേ എനിക്ക് അടുത്ത പരിപാടി ഇത് പ്ലാൻ ചെയ്തിരുന്നേ. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കണമായിരുന്നെങ്കിൽ ആ സിനിമ പരാജയപ്പെടണമായിരുന്നു. ആ സിനിമയുടെ പരാജയം നമ്മളെ അടുത്തൊരു മേഖലയിലേക്ക് എത്തിച്ചു. അതിപ്പോ നിങ്ങളടുത്ത് കുറച്ചു പേര് കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ഒരുപാട് പേര് കേൾക്കത്തക്ക രീതിയിൽ വളരാനുള്ള കാരണം അന്നെടുത്ത തീരുമാനം.